സീറോ ടോളറൻസ്. ടോളറേറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. വൻവാദം. നമുക്ക് മണിക്കൂർ അവന്റെ പടം ഞാൻ ആദ്യമേ ഇറങ്ങി പോയിരുന്നു, പിന്നെ പൈസ കൊടുത്തില്ല. എന്തോ തിയേറ്ററിൽ കുറച്ച് കുതിരകൾ ഓടിക്കളിക്കുമായിരുന്നില്ലേ? ഒരു 800-900 കോടി, എങ്ങനെ വെച്ചാൽ 1000 കോടി പോകും. ഉലകനായകൻ കമലഹാസൻ സേനാപതിയായിട്ട് വീണ്ടും അവതരിക്കുന്നു ദ ഇന്ത്യൻ 2. തമിഴ് സിനിമകളുടെ റെക്കോർഡ് കളക്ഷന് തുടക്കം ചുട്ടിയ സിനിമയുടെ സെക്കൻഡ് പാർട്ട് വീണ്ടും ഇറങ്ങുമ്പോൾ കണ്ടിറങ്ങിയ പ്രേക്ഷകർക്ക് സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ സിനിമയുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ ഇന്ത്യൻ 2 റിവ്യൂ. ചേട്ടാ വൻവാദം കേട്ടോ, ഒട്ടും പോരാ. വെറുതെ വന്ന് 3 മണിക്കൂറൊക്കെ ഇരുന്ന് സീറോ ടോളറൻസ്. ടോളറേറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. വൻവാദം. നമ്മളെ ടോളറേറ്റ് ചെയ്യാൻ അയ്യോ ഓർമ്മിക്കല്ലേ, എന്തോ ഇമോഷണൽ സീൻസ് ഒക്കെ കിടന്ന് ചിരിക്കുകയായിരുന്നു. എൻ്റെ സൈഡിൽ നിന്ന് ചേട്ടന്മാരൊക്കെ ഭയങ്കര ചിരിയായിരുന്നു. ഒട്ടും പോരാ, വൻവാദം. ശങ്കറിന്റെ കയ്യിൽ നിന്ന് ഇത്രയും പ്രതീക്ഷിച്ചില്ലേ. ഇപ്പൊ ഇന്ത്യൻ പടന്നൊരു കിടലം പടത്തിനെടുത്ത് ഇല്ലാതാക്കി കളഞ്ഞു. എന്താണ് ഏറ്റവും നെഗറ്റീവ്? ലാഗാണോ അതോ കഥയില്ലാത്തതാണോ? എന്താണ്? കഥയില്ല, പെർഫോമൻസ് ഇല്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോർ നേരെയില്ല, സ്ക്രീൻ പ്ലേ ഇല്ല, ഒന്നുമില്ല പടത്തിൽ. സെക്കൻഡ് എനിക്ക് തോന്നുന്നു തേർഡ് പാർട്ട് കൊള്ളാന്ന് തോന്നുന്നു. ട്രെയിലർ കണ്ടപ്പോൾ തേർഡ് പാർട്ട് സീൻ ഇല്ലാന്ന് തോന്നി. സെക്കൻഡ് പാർട്ട് വൻഭാഗം തന്നെ. ഇത് പോരാ, ഒട്ടും പോരാ. ത്രില്ലർ പടം ചിരിച്ചോണ്ടാണ് വരുന്നത്. ചിരിച്ചോണ്ടല്ലേ, ഞാൻ കരഞ്ഞോണ്ടാ. എക്സ്പീരിയൻസ് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുതിരയെ 2-3 മനുഷ്യ കുതിരകളെ നേരിട്ട് കാണാൻ പറ്റി. എന്തോ തിയേറ്ററിൽ കുറച്ച് കുതിരകൾ ഓടിക്കളിക്കുമായിരുന്നില്ലേ? കുറെ കുതിര ഇങ്ങനത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്റെ കണ്ണും മുഖമൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. രാവിലെ തോന്നുന്നുണ്ടോ? ഇല്ല, വെറുത്തായിട്ട് തോന്നുന്നില്ല. എന്റെ ഉറക്കം പോയി. അപ്പം നമ്മുടെ ഫസ്റ്റ് വെച്ച് പറയുവാണെങ്കിൽ എന്താണെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടിയില്ല. ഇതെന്തോ വല്ല ഡോക്യുമെന്ററി ആണോ എന്ന് വല്ല അവസാനം തോന്നിപ്പോയി. എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ബാക്കിയുള്ളവരുടെ കേസ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ പറയുവാണെങ്കിൽ വിഷ്വൽ വൈസ് നൈസായിരുന്നു. വിഷ്വലി വൈസ് അടിപൊളിയായിരുന്നു. ബട്ട് ഇടയ്ക്ക് വെച്ച് ഞാൻ ഉറങ്ങിപ്പോയി. സത്യം പറയാം, ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണമല്ലോ. ഇടയ്ക്ക് വെച്ച് ഞാൻ നല്ല രീതിയിൽ ഉറങ്ങിപ്പോയി. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. രാവിലെ എണീറ്റതിൻ്റെ ആയിരിക്കണം. പിന്നെ ത്രൂ ഔട്ട് ലാഗ് ഈ 3 മണിക്കൂർ എന്തിനും ഇത്രയും കിടന്ന് വലിച്ചഴച്ച് നീട്ടി ഇല്ലാണ്ടാക്കിയതെന്ന് അത്രേ ഉള്ളൂ. പിന്നെ പാർട്ട് 3യുടെ ട്രെയിലർ കണ്ടിട്ട് ഇതിനേക്കാളും വേ ബെറ്റർ ആണെന്ന് ഫീൽ ചെയ്യുന്നു. ഇതുപോലൊരു അലവരാതി പടം ഇടക്കാലത്തൊന്നും കണ്ടിട്ടില്ല. ക്രിഞ്ചെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മോ ക്ലാസ് ക്രിഞ്ച്. 3 മണിക്കൂറിൽ 1 മിനിറ്റ് സീൻ പോലും കൊള്ളാന്ന് പറയില്ല. വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെയധികം മോശം. ഒരു ത്രില്ലർ സിനിമയായിട്ടും ബ്രോ ചിരിച്ചാണ് കാണുന്നത്. ഇതൊക്കെ ഒരു സിനിമയെന്ന് പറഞ്ഞ് എടുത്തവൻ്റെ അവൻ്റെ മൂക്കിലാണ് ആദ്യം ഇടിക്കുക. വേണമെങ്കിൽ ഞാൻ തിയേറ്ററിൽ ഇരുന്ന ആൾക്കാർ ഉറങ്ങുന്ന ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. 3 മണിക്കൂർ അവൻ്റെ പടം ഞാൻ ആദ്യമേ ഇറങ്ങി പോയിരുന്നു, പിന്നെ പൈസ കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ. കമലഹാസൻ താത്തയായിട്ട് തിരിച്ചപ്പോൾ കമലഹാസൻ സേനാപതിയായിട്ട് തിരിച്ചപ്പോൾ അടിപൊളിയായിരുന്നു. നല്ല സൂപ്പർ സിനിമ. എത്ര റെക്കോർഡ് കളക്ഷൻ അടിക്കും സിനിമ പോയി കഴിഞ്ഞാൽ? കുറഞ്ഞത് ഒരു 800-900 കോടി, എങ്ങനെ വെച്ചാൽ 1000 കോടി പോകും. കേറില്ലേ? പെർഫോമൻസ് ആണ് കമലഹാസന്റെ. അടിപൊളിയായിരുന്നു, സൂപ്പർ. പടം എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ട ആ പടത്തിന്റെ ഒരു ഫീല് നമുക്ക് ഇതിൽ കിട്ടുന്നില്ല. അതൊരു പ്രശ്നമാണ്. അതുപോലെ നമ്മൾ ആ പടത്തിലെ ആ ഒരു ഫുള്ള് ഒരു ഫാമിലി നല്ല എക്സ്പീരിയൻസ് ഉള്ള ടീമാണ് എടുത്തേക്കുന്നത്. അതിന്റെ തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്. അതിലല്ല വേറെ ശങ്കറിന്റെ ഒരു സിഗ്നേച്ചർ ഉണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു ഫീല് ഫസ്റ്റിൽ കിട്ടിയതിന്റെ ഇത് സെക്കൻഡിൽ ഇല്ല. അനിരുദ്ധിന്റെ ബീജം സിനിമ എലിവേറ്റ് ചെയ്യുന്നുണ്ടോ? അത് ഒരു ഉണ്ട്, കുറച്ചുണ്ട്. എന്നാലും അത്രയ്ക്ക് ഓവറായിട്ടില്ല. ഏറമന്റെ ഒരു റൊമാൻറ്റിക് ആ ഒരു കമലഹാസനെ കാണാൻ പറ്റും. കമലഹാസൻ സിനിമ ഇല്ലെന്ന് പറഞ്ഞിട്ട് കമലഹാസൻ ഇല്ല, ഒരു ആവറേജ്. ആ പടം കുറച്ച് ഡിസപ്പോയിന്റ്മെന്റ് ആയിട്ടാണ് തോന്നിയത്. കമലഹാസൻ സിദ്ധാർത്ഥൊക്കെ നല്ല അവരെ നിരാശപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അവരുടെ സീക്വൻസ് ഒക്കെ നല്ല രസമാണ്. പക്ഷേ എവിടേക്കോ എന്തൊക്കെയോ ഒരു ഡിസപ്പോയിന്റ്മെന്റ് തകരാറുണ്ട്. അതെ. പക്ഷെ എനിക്ക് തോന്നുന്നു തേർഡ് പാർട്ട് ആയിരിക്കും അടിപൊളി. കാണാൻ പോകരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. പൈസ വേസ്റ്റ്. അതെ, വേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇന്ത്യൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ വെച്ചിരുന്ന രീതി അങ്ങനെയായിരുന്നു. ഇതിൽ വന്നപ്പോഴത്തേക്കും എന്തിനെല്ലാം കുറച്ച് ഭാഗങ്ങളെടുത്ത് ഇന്ത്യന് കൊടുത്തതുപോലെ ഉണ്ട്. അന്യന്റെ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അന്യനൊന്നുമല്ല, എന്തിനാണ് പിടിച്ചിരിക്കുന്നത് ഇത്തവണ. അതെ, കുളത്തില്ല. ശങ്കറിന്റെ മേക്കിംഗ് സ്റ്റൈൽ ഒന്നിലും കാണാനുണ്ട്. അത് പ്രതീക്ഷിച്ചാണ് കയറി. പക്ഷെ ആളെന്താണ് എനിക്ക് മനസ്സിലായില്ല. കാരണം ഇന്ത്യൻ ക്യാരക്ടർ ആയത്, വേറെ വല്ല ക്യാരക്ടർ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു കേട്ടോ. ഇന്ത്യൻ ക്യാരക്ടർ ആയതുകൊണ്ടാണ് ശരിക്കും എനിക്ക് ഒരുമാതിരി തോന്നിയത്. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളും മർമ്മത്തിന്റെ കളിയാണ്. പഴയ പടം പോലെ തന്നെ, പ്രത്യേകിച്ച് പുതിയതായിട്ടൊന്നും ഇല്ല. കുഴപ്പമില്ല.
എന്തുട്ടിയാ കഥയായിരുന്നു കഥയൊക്കെ ഉണ്ട് സിനിമ കഥ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കാണാൻ സുഖമല്ല. ബാക്കി നമുക്ക് തേർഡ് പാർട്ടി കാണാം. സംഭവം ക്ഷമ കൊള്ളാം, ബട്ട് ഫസ്റ്റിലൊന്നും ഇല്ല. ഇനി തേർഡ് പാർട്ടുണ്ട്. തേർഡ് പാർട്ട് ഭയങ്കര എല്ലാവരും തേർഡ് പാർട്ട് അപ്പോൾ ഈ പാട്ടിനകത്തൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. ഈ പാട്ടിൽ കമലഹാസൻ വന്ന് പോത്തേ ഉള്ളൂ. ഇപ്പോഴത്തെ കറന്റ് സിനിമയിൽ ഇന്ത്യൻ വന്ന എങ്ങനെ ഉണ്ടാവും അത്രേ ഉള്ളൂ. പക്ഷെ തേർഡ് പാർട്ടിൽ ഗ്രാൻഡ് ഫാദറിന്റെ കഥയാണ്. സംഭവം അങ്ങനെ പടം ഉണ്ട് എൻഗേജിങ് ആണോ ലാഗ് വല്ലതും ഉണ്ടോ? ലാഗല്ല, കുറച്ച് സ്ലോ ആണ് പടം. ഒരു മാസ് പടമൊന്നുമല്ല, ക്ലാസിക് പടമാണ്. ക്ലാസ് ആണ്. ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട് പുള്ളിയുടെ. ആക്ഷൻ സീക്വൻസ് ഇല്ല ഈ പടത്തില്. ഇല്ല, ഒരു ഫൈറ്റ് സീനേ ഉള്ളൂ. അത് ഒരു നോർമലായിട്ട് പോത്തേ ഉള്ളൂ.